ഒറ്റയ്ക്ക് ഒരു ബ്രോ നിന്ന് കുളിക്കുകയാണ്. അത്യാവശ്യം മലയെന്ന് പറഞ്ഞ ശുദ്ധമായ വെള്ളമാണ്. ജസ്റ്റ് ഇറങ്ങാതെ നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ. സ്ഥലത്ത് ആനയുണ്ടോ, ആന വരാൻ ചാൻസും കൂടെ. ഇതാണ് ടിൻ ഫോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു. ഞാൻ എന്തായാലും പൊന്നു മോനെ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലെ കോതയാർ ടിൻ ഫോൾസ് ചെക്ക് പോസ്റ്റാണ് നിൽക്കുന്നത്. നമുക്ക് ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇരട്ട വെള്ളച്ചാട്ടം കാണാം. അതും കാട്ടിനകത്തൂടെയാണ് പോകേണ്ടത്. ആനയുള്ള കാട്ടിനകത്തുള്ള കാഴ്ചകൾ എങ്ങനെയാവുന്നൊരു പിടിയുമില്ല. എന്തായാലും നമുക്ക് കാട്ടിനകത്ത് കയറി കാണാം. ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. 50 രൂപ എൻട്രി ഫീസാണ് വാങ്ങുന്നത്. അത് മാത്രമല്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറ്റി വിടത്തുള്ളൂ. ഞാൻ പോയ സമയത്ത് ആൾക്കാർ പോയില്ലെന്നാണ് പറയണത്. ബസ് പോയാൽ കയറ്റി വിടാൻ ഫുൾ ഫോറസ്റ്റാണ്. അകത്തുള്ള കാഴ്ചകൾ 2 ഗ്രാമമുണ്ട്. എന്താണെന്നൊരു പിടിയുമില്ല. അകത്തുള്ള കാഴ്ച അകത്ത് കയറി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അത്യാവശ്യം ടാസ്ക് എടുത്ത് പോകാം. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ് വരുന്നത്. നമുക്ക് വണ്ടി എടുത്ത് അകത്ത് പോകാം. മഴ സമയമാണെങ്കിൽ പ്രത്യേകിച്ച് ആളെ കയറ്റി വിടത്തില്ല. അത് മാത്രമല്ല ഇവിടെ ആനശല്യമുള്ള സ്ഥലം കൂടെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും കയറ്റി വിടുന്ന സ്ഥലമല്ല. എൻട്രി ഫീസും നമുക്കെല്ലാം കൂടെ 50 രൂപയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റിസ്ക് എടുത്ത് തന്നെ ഈ കാട്ടിനകത്ത് കയറാം. ഇവിടുത്തെ കാഴ്ചകൾ എന്താവുന്നൊരു പിടിയില്ല. ഒരിക്കൽ വന്ന സമയത്ത് എൻ്റെ ഒരു ഗിംബൽ ബ്രേക്കായ സ്ഥലം കൂടെയാണ്. എൻ്റെ പൊന്നു മോനെ, കോതയാർ മെയിൻ പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പാലം കയറി ഏകദേശം ഒരു 4-5 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇനി അങ്ങോട്ട് ഫോറസ്റ്റാണ്. റേഞ്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല രാവിലെയാണ് എത്തുന്നതെങ്കിൽ നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആനയുണ്ടോ എന്നൊരു പിടിയുമില്ല. ആനയെ കാണാൻ പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ കാണാൻ പറ്റുമെന്നൊരു ഒട്ടും പ്രതീക്ഷയില്ല. നമുക്ക് മെയിനായിട്ടും ഈ ഒരു പാലം കയറി അതിനകത്ത് പോകണം. ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുണ്ട്. കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ഇറങ്ങിക്കൊടുക്കരുത്, അത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പവർ ഹൗസ് ഉണ്ട്. പവർ ഹൗസ് എൻട്രി അല്ല, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ച കോതയാർ പോകുന്ന വഴി കണ്ട വെള്ളച്ചാട്ടമാണ്. കണ്ടായിരുന്നോ? ഇപ്പം ഇഷ്ടംപോലെ ചെറുതും വലുതുമായി വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടം ഈ തട്ടായിട്ട് വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ വരുമ്പോൾ ജസ്റ്റ് ഇറങ്ങാതെ നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ. ഞാൻ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ച് എന്തായാലും നമുക്ക് ഈ യാത്രയിൽ തന്നെ പോകാം. കാര്യം അത്യാവശ്യം നല്ല മഴക്കാറോടൊക്കെയാണ്. ഈ സ്ഥലം കണ്ട എങ്ങനെയാണ് ഇറങ്ങാതിരിക്കുന്നത്? പക്ഷേ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ആനയുണ്ടോ, ആന വരാൻ ചാൻസും കൂടെ സ്ഥലമാണ്. അതുകൊണ്ട് എന്തായാലും ഇറങ്ങുന്നില്ല. പക്ഷേ ചുറ്റും യൂക്കാലി മരവും അത് മാത്രമല്ല ഒരു ഊട്ടി പോകുന്നൊരു ഫീലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതയാർ ടിൻ ഫോൾസിലേക്ക് പോകുന്ന വഴിയാണ് നിൽക്കുന്നത്. ഏകദേശം കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് 76 കിലോമീറ്ററാണ് ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ. വരുന്ന ലൊക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പേച്ചിപ്പാറ ഡാം വഴിയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കോതയാർ ആ ഭാഗത്തന്നെ വരും. നമ്മൾ പകുതി എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഞാനിപ്പോൾ വണ്ടി പകുതി നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് എങ്ങനെയാണ് എടുക്കാതിരിക്കുന്നത് അതല്ലേ? ഫുള്ള് ഞാൻ വന്ന സമയത്ത് ഈ പ്രശ്നമില്ല. ഫുള്ള് ഒരു കോടമൂടി അന്തരീക്ഷമാണ്. അത് മാത്രമല്ല ഈ ഭാഗത്ത് റേഞ്ച് ഉണ്ടോ നോക്കട്ടെ. ജിയോ ചത്തിട്ട് 1 മണിക്കൂറായി. നമുക്കിനി വേറെ നെറ്റ്വർക്ക് റേഞ്ച് ഉണ്ടോ നോക്കട്ടെ. ഭാഗ്യം BSNL റേഞ്ച് ഉണ്ട്. അപ്പം ഇതുവഴി എനിക്ക് തോന്നുന്നത് അവർ മരം എന്തോ മുറിച്ചുകൊണ്ട് വണ്ടി കൊണ്ടുപോവുകയാണ്. ഇപ്പം വണ്ടി പോകുന്ന വഴിയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വണ്ടി ഇല്ല. ഇപ്പോൾ ഇവർ മണി 12:20. ഞാൻ 11 മണിക്ക് ഇറങ്ങിയതാണ് ഈ സ്ഥലത്ത്. കണ്ടായിരുന്നോ? അങ്ങനെ അവർ പാസ് ചെയ്ത് നമുക്കിനി എന്തായാലും താഴോട്ടേക്ക് പോകാം. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടിട്ട് എങ്ങനെയാണ് മോനെ സത്യം പറഞ്ഞാൽ ഇവിടെ വരാതിരിക്കുന്നത്? എന്താണെങ്കിലും ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമാണ് കന്യാകുമാരിയിൽ നിങ്ങൾ ഈ ഒരു സ്ഥലമാണ്. പക്ഷേ എടുത്തു പറയേണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തായാലും നിർത്തിയിട്ട് ഇവിടെ നിന്നൊരു കാഴ്ച കാണിച്ചു തരാം. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം വണ്ടി. ഓക്കെ, കണ്ടായിരുന്നോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കോതയാർ ടിൻ ഫോൾസിലേക്കാണ്. ടിൻ ഫോൾസിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം എടുത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വള്ളിച്ചെടികളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചെടികളെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് എടുക്കണമെന്ന് തോന്നി വീഡിയോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം ചുറ്റും കാണുന്ന മലനിരയും ഒരു കോടയുടെ അന്തരീക്ഷമാണ്. അത്യാവശ്യം റിസ്ക്കാണ്. പിന്നെ ആനയുള്ള സമയത്ത് കയറ്റി വിടത്തില്ല. ഇപ്പോൾ ഒരു പ്രത്യേകം പറഞ്ഞു വണ്ടികൾ പോയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, പോകാൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതുകൊണ്ട് ആ ഒരു റിസ്ക് എടുത്ത് കയറിയാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്ന വിധത്തിൽ കാഴ്ചകൾ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും. ഈ വഴിയാണ് കോതയാർ ടിൻ ഫോൾസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആൾറെഡി 2 പേർ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമുക്കിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് എൻട്രി അല്ല എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ തന്നെ കാണാം. സത്യം പറഞ്ഞൊരു മഴയുടെ അന്തരീക്ഷം ഉള്ളതുകൊണ്ടും പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടും നല്ല പേടിയുണ്ടെന്ന് വെച്ചാൽ പേടിയില്ല കേട്ടോ. ഉള്ള കാര്യം പറയാൻ പേടിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ലൈഫല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ പേടിക്കുന്നതിനാണ്.
അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ അത്യാവശ്യം ടാസ്ക്കാണ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോക്കകത്തും ഞാൻ പറയുന്നുണ്ട്. എങ്കിലും പറയാം, തിരുവനന്തപുരത്ത് നിന്ന് 76 കിലോമീറ്റർ കോതയാർ ടിൻ ഫോൾസിലേക്ക് എത്തേണ്ട ലൊക്കേഷൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പേച്ചിപ്പാറ കോതയാർ. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരും കുളിച്ചിട്ട് വരികയാണ്. അണ്ണേ തണ്ണി ഇരിക്കാ, ரொம்ப தண்ணி இருக்காங்க, குளிக்கலாம் அண்ணா. நான் குளிக்கல, அருமையாக இருக்கு அண்ணா. எங்கிட்ட சொன்ன செக் போஸ்ட் இருந்து 2 பேர் உள்ளே போய் சொന്നു. കുളിച്ചിട്ട് ഇരിക്കാനാ? ഓക്കെ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരാൾ അവർ കുളിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മളെന്തായാലും കുളിക്കുന്നില്ല. കുളിക്കണമെങ്കിൽ സെറ്റ് സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടിരുന്നോ, കാട്ടിനകത്തൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും പിടിക്കുമോ എന്നുള്ള ഫീൽ. പിന്നെ ഒരു കാര്യം കേട്ടോ, അപ്പോൾ എന്തിനാണ് ഞാൻ ക്യാമറ ഇവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു എമർജൻസിക്ക് ക്യാമറ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. അതാണ് ഈ ക്യാമറ അവിടെ തന്നെ വെച്ചത്. പിന്നെ മുകളിൽ നിന്ന് കോട ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ വേറൊരു സെറ്റാണ്. ആ കോടയുടെ ഒരു മഴയാണ് നമുക്ക് താഴെ കണ്ടത്. പിന്നെ വരുന്ന വഴിക്ക് 3-4 പിന്നെ KSRTC ബസ്സുണ്ട്, അവരുടെ ബസ്സുണ്ട്, തമിഴയുടെ ബസ്സുണ്ട്. ആ ബസ്സാണെങ്കിൽ അവസാനം കണ്ട ആ ഒരു ഗ്രാമം വരെ ഉള്ളൂ. ഇവിടെ എല്ലായിടത്തും വെള്ളച്ചാട്ടമാണ്. പിന്നെ ഇവിടുത്തെ ആകർഷണം വെച്ചാൽ ടിൻ ഫോൾസ് ആണല്ലോ. അപ്പം നമുക്ക് ഇവിടെയും ഇതുവഴി ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ആവശ്യം ടിൻ ഫോൾസ് ആണല്ലോ. അപ്പോൾ ആരോ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കാട്ടിനകത്ത് കുളിക്കുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ, അതൊക്കെ പറഞ്ഞാൽ. പിന്നൊരു കാര്യം, ഇവിടെ തമിഴ്നാട് സർക്കാർ കാട്ടിനകത്ത് കുളിക്കാൻ വേണ്ടി പ്രത്യേക ഡ്രസ്സ് മാറാൻ വേണ്ടി പ്രത്യേക ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു സ്ഥാനം. പക്ഷേ ഡോറില്ലെങ്കിലും ഡ്രസ്സ് മാറാൻ കിട്ടില്ല സ്ഥലമാണ്. പിന്നെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനൊക്കെ പറ്റും. അതൊരു വലിയ സംഭവമായിട്ട് തോന്നി. അപ്പോൾ ആ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടായിരുന്നു? ഇതാണ് ആ ബാത്റൂം. എൻ്റെ പൊന്നു മോനെ, സത്യം പറഞ്ഞാൽ വന്നപ്പോഴാണ് മനസ്സിലായത് വെള്ളമില്ല എന്ന്. വെള്ളം വളരെ കുറവാണ്. ഇതാണ് ടിൻ ഫോൾസ് എന്ന് പറയുന്നത്. ഇരട്ട വെള്ളച്ചാട്ടമാണ്. സത്യം പറഞ്ഞാൽ ഇരട്ട വെള്ളച്ചാട്ടമാണെന്നാണ് പറയാം ടിൻ ഫോൾസ് എന്ന് പറയുന്നത്. പിന്നെ ചുറ്റും പാറയാണ്. മഴ സമയത്താണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്ര വെള്ളമാണ്. ഇങ്ങനെ കിടക്കുകയാണ് വെള്ളം. നമുക്ക് പോകാനുള്ള വഴി നീ ഒന്നാൾ താനാ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ഈ കാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മതിക്കും കേട്ടോ, ഈ കാട്ടിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്ന ഈ പുള്ളിക്കാരനെ. എന്താണെങ്കിലും ഞാനെന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. കാര്യം നമ്മുടെ ആ ഒരു ബൂട്ടിൻ്റെ അകത്ത് വെള്ളം കയറാൻ ഒരു വഴിയില്ല. ടിൻ ഫോൾസ്, കോതയാർ ടിൻ ഫോൾസിലേക്കാണ്. അത്യാവശ്യം കാട്ടിലൂടെ സഞ്ചരിച്ച് ഞാൻ പറ്റുന്നൊരു കിടില സ്ഥലമാണ്. ഈ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ പേച്ചിപ്പാറ ഡാമിനടുത്തുള്ള കോതയാർ എന്ന സ്ഥലത്താണ്. ഫോറസ്റ്റിനകത്ത്. അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു ബ്രോ നിന്ന് കുളിക്കുകയാണ്. ആ ബ്രോ വെള്ളത്തിരുന്ന് കുളിക്കണം. അതാണ് സംഭവിച്ചത്. ഞാൻ വന്ന സമയത്ത് ഈ കാട്ടിനകത്ത് ഒരു മനുഷ്യനില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുളിക്കുകയാണ്. ബ്രോ ഒരു ഹായ് കൊടുക്കണം ബ്രോ. കണ്ട പുള്ളിക്കാരൻ ഹായ് പറയാം. പക്ഷേ അതിശയം എന്ന് പറയുന്നത് ഈ ഒരു കാട്ടിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാം, അതൊരു വേറൊരു ഫീലാണ്. നിങ്ങൾക്ക് ചോദിച്ച് കുളിക്കാനാണോ പോയത്? ഞാൻ ഈ സത്യം ഇത്തിരി സാധനം കൊണ്ട് എങ്ങനെയാണ് കുളിക്കാൻ പോകുന്നത്? നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, കുടിക്കാൻ പറ്റിയ കിടിലൻ വെള്ളമാണ്. പക്ഷേ നമ്മൾ കുടിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും മറ്റുള്ള കാര്യം വീഡിയോയ്ക്ക് ഞാൻ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു ആകർഷിച്ച് ഇരട്ട വെള്ളച്ചാട്ടം കണ്ടാണ്. ഇരട്ട വെള്ളച്ചാട്ടമാണ്. മഴ സമയത്താണെങ്കിൽ സെറ്റാണ്, അത്ര കിടിലൻ വെള്ളമാണ്. പക്ഷേ മഴ ഇല്ലാത്തതുകൊണ്ട് സെറ്റല്ല. കാഴ്ചകൾ ആശ്രയിച്ച് സഞ്ചാരിക്ക് കന്യാകുമാരി ഇതിലും ബെസ്റ്റ് സ്ഥലം വേറെ ഇല്ല. എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ കണ്ട എങ്ങനെയാണ് കുളിക്കാതെ പോകുന്നത്? കണ്ടില്ലേ ഇരട്ട വെള്ളച്ചാട്ടം. അത് നമ്മൾ സ്വന്തം കന്യാകുമാരിക്കടുത്തുള്ള കോതയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ഈ ടിൻ ഫോൾസ് വരുന്നത്. അത്യാവശ്യം മലയിൽ നിന്ന് പറയുന്ന ശുദ്ധമായ വെള്ളമാണ്, കുളിക്കാൻ പറ്റുന്ന വെള്ളമാണ്. പക്ഷേ ഞാൻ കുളിക്കുന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇവിടെ മഴ സമയത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, അത്ര വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളം. നമുക്കതിൽ താഴേക്ക് ഇറങ്ങുന്ന വെള്ളം കണ്ടോ?
കാട്ടിനകത്ത് ഒറ്റയ്ക്ക് ആ പുള്ളിക്കാരൻ കുളിത്തിന് സമ്മതിച്ചു. ഞാൻ എന്തായാലും ഈ വെള്ളത്തിനകത്താണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ബൂട്ടിനകത്ത് വെള്ളം കയറാത്തതുകൊണ്ട് ആ ഒരു വിഷയമില്ല. പക്ഷേ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല, നല്ല കിടിലൻ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരാൻ പറ്റിയ ക്ലൈമറ്റ്, കാര്യം മഴയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരെ കയറ്റി വിടും. പക്ഷേ ഇവിടെ മീനുകൾ കുറവാണ് കേട്ടോ. ഇപ്പോഴത്തെ ആ പുള്ളിക്കാരൻ ചോദിച്ചു വീഡിയോ എടുക്കണമെന്ന്. ബൂട്ടിനകത്ത് വെള്ളം കയറാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. എൻ്റെ പൊന്നു മോനെ, കാട്ടിനകത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ഉറപ്പായിട്ട് ഇവിടെ തന്നെ വരണം. നല്ല മഴയുടെ ഒരു അന്തരീക്ഷമുണ്ട്, കോടയുണ്ട്, എല്ലാം ഉള്ള സെറ്റ് സ്ഥലമാണ് കോതയാർ ടിൻ ഫോൾസ്. ഇരട്ട വെള്ളച്ചാട്ടമാണ്, കണ്ടായിരുന്നു. ഒരെണ്ണതിൻ്റെ ബാക്കിലുണ്ട്, അടുത്ത വെള്ളച്ചാട്ടം എൻ്റെ ബാക്കിലുണ്ട്. അങ്ങനെ ടിൻ ഫോൾസിലാണ് ഞാൻ നിൽക്കുന്നത്. കോതയാർ ടിൻ ഫോൾസ് ഇരട്ട വെള്ളച്ചാട്ടം നമ്മുടെ സ്വന്തം കന്യാകുമാരി ജില്ലയിൽ കോതയാർ എന്ന സ്ഥലത്താണ് ഈ സ്ഥലം വരുന്നത്. ഫോറസ്റ്റിനകത്ത് കയറിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. ഞാൻ വെള്ളമായിട്ടാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കാഴ്ച ഒരു രക്ഷയില്ലാത്തത്. തിരിച്ചിറങ്ങുമ്പോൾ കണ്ടോ, എവിടെയും ഇങ്ങനെ കുളിക്കുക. ഏറ്റവും അപകടം കുറഞ്ഞ സമയമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ. നല്ലതുപോലെ കുളിക്കാൻ പറ്റും, നല്ലതുപോലെ തണുക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഈ കുളിക്കുന്ന ഈ പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റൂ. ആ പുള്ളിക്കാരൊന്ന് കൈ വന്നപ്പം തണുപ്പിച്ചാണ് വയ്യ. അത്ര നല്ല കിട്ടില്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഏകദേശം എൻ്റെ മുട്ട് വരെ വെള്ളമുള്ളൂ. കാരണം എൻ്റെ മുട്ട് വരെ അതുപോലെ കണ്ണീര് പോലത്തെ വെള്ളമുള്ളൂ. കണ്ണീര് അപ്പോൾ ലൊക്കേഷനും മറ്റുള്ള കാര്യം കമൻറ്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞു. മാത്രമല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഈ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂർ തിരുവനന്തപുരത്ത് ട്രാവൽ ചെയ്താൽ മാത്രമേ ഈ സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. അത് വേറൊരു ഓപ്ഷൻ. മഴയാണെങ്കിൽ അവർ കയറ്റി വിടത്തില്ല. 50 രൂപ എൻട്രി ഫീസ് കൊടുത്ത് കാണാൻ പറ്റിയ കുട്ടിയിലെ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അത് മാത്രമൊന്നുമില്ല, കണ്ടിറങ്ങും. അതും ഇരട്ട വെള്ളച്ചാട്ടമുണ്ട്. തിരക്കില്ല, ഇവിടെയും കുളിക്കുക അവിടെയും കുളിക്കുക. രണ്ടിടത്ത് പറഞ്ഞാൽ സെയിം വെള്ളമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വീഡിയോക്കാരൻ്റെ തുടക്കം മുതലേ പറയുന്നു. ചുമ്മാ കൂടുതലിടെ നിൽക്കണ്ട. എന്തെങ്കിലും ഡൗട്ടിന് കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു സ്ഥലത്ത് വരുന്ന അവർ 50 രൂപ വാങ്ങുന്നത്. എന്തായാലും 50 രൂപയ്ക്ക് വെർത്താണ്. കുളിക്കാൻ പറ്റുന്നൊരു വെർത്താണ്. പക്ഷേ അല്ലാത്തവർക്ക് ഈ സ്ഥലം കുഴപ്പമില്ല. അത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷനും മറ്റുള്ള കാര്യം ഞാൻ പറഞ്ഞത്. മഴയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര വെള്ളമാണ്. വർഷത്തിൽ 24 വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളമുള്ള ഒരു സ്ഥലം കൂടെ. നമ്മൾ നെറ്റ്വർക്ക് ഉണ്ട് നമുക്ക് ഈ സ്ഥലത്ത്. നെറ്റ്വർക്ക് വളരെ കുറവാണ്. അപ്പം നെറ്റ്വർക്കിന് നെറ്റിൽ ഇല്ലാത്ത നമുക്ക് താഴെ പോകാം. അപ്പോൾ മറ്റൊരു കാഴ്ചയുമായിട്ട് അടുത്തുടനെ എത്തുന്നതാണ്. ഇവിടുത്തെ കാഴ്ച ഇഷ്ടപ്പെട്ടാൽ ഇത് ഇരട്ട വെള്ളച്ചാട്ടം നമ്മുടെ സ്വന്തം കന്യാകുമാരിക്കടുത്തുള്ള കോതയാറാണ്. കണ്ടല്ലോ, വെള്ളം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ അപകടം കുറവാണ്. വരുന്ന വഴി മാത്രമേ അല്പം പ്രശ്നമുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴി ആനയുടെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വിഷയമുള്ളൂ. എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കണ്ടും കാണാത്തമായ കാഴ്ചകൾ ജസ്റ്റ് കാണാത്തവർക്ക് തട്ടിക്കൊടുക്കുക. ഉറപ്പായിട്ട് ഈ വീഡിയോ മറ്റുള്ള ഷെയർ ചെയ്യുക. ബെസ്റ്റ് ആസ്വദിക്കാനാണെങ്കിലും കാട്ടിനകത്ത് ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് കോതയാർ ടിൻ ഫോൾസ്. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നു. അത് മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കാം. ഇപ്പോൾ ഈ പരിസരത്ത് വേറെ ഒരു മനുഷ്യനുമില്ല. ഡീപ്പ് ഫോറസ്റ്റിനകത്താണ്. ആനയുടെ ശല്യം ഉള്ള സ്ഥലം കൂടെയാണ്. ഏത് സമയം ആനയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, മഴ സമയത്ത് ഇവിടെ എൻട്രി അല്ല. അത് വേറൊരു കാര്യം. നമ്മളിപ്പോൾ മഴ സമയത്തല്ല വന്നത്. ഇപ്പോൾ ഒരു മഴയുടെ അന്തരീക്ഷമുണ്ട്, കോടയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എൻട്രി അല്ല. ഞാൻ 2 പ്രാവശ്യം വന്നപ്പോഴേ ഒരു കയറ്റി വിട്ടില്ല. ആൾക്കാർ വരാത്തതുകൊണ്ടും പിന്നെ ആനയുടെ ശല്യം ഉള്ളതുകൊണ്ടും ആന വരിക അഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടും അവർ കയറ്റി വിട്ടില്ല. 3ാമത്തെ സമയമാണ് വന്നത്. പിന്നെ മാക്സിമം നമ്മൾ ഇവിടെ കോൺടാക്ട് നമ്പർ ഒന്നില്ല വിളിച്ച് ചോദിക്കാൻ വേണ്ടി. റീസെൻ്റ്ലി വീഡിയോ നോക്കിയിട്ട് പോവുക. കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ. കാര്യം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നമുക്ക് 75 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്ക് ഈ ലൊക്കേഷനിലെത്താൻ. ലൊക്കേഷനിലെത്തിയിട്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കയറുമ്പോൾ ഒരുപാട് വിഷമമാണ്. സത്യം പറഞ്ഞാൽ മൂഡൗട്ടാണ്. അതിലും വലിയ മൂഡൗട്ട് പറയാനില്ല. ഞാൻ 3 പ്രാവശ്യം പോയതിൻ്റെ വിഷമം എനിക്കുണ്ട്. വെള്ളച്ചാട്ടം മാത്രമല്ല, ഇവിടുത്തെ കാഴ്ചകളും ഏറെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു വണ്ടി വരുന്ന വഴി പോലെ തോന്നുമെങ്കിൽ വണ്ടി വരത്തില്ല. ഒള്ളി ഫോറസ്റ്റിൻ്റെ ജീപ്പ് മാത്രമേ വരത്തുള്ളൂ. വണ്ടി താഴെ വരെ വരത്തുള്ളൂ. പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഈ പരിസരത്ത് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഏറ്റെടുക്കുക, അല്ലാതെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അപ്പോൾ കാഴ്ചകൾ ആസ്വദിക്കുന്ന സഞ്ചാരിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കോതയാർ ടിൻ ഫോൾസ്. എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും വെള്ളം വണ്ടിക്കകത്താണ്. രാവിലെ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട് കേട്ടോ. മഴ ഇങ്ങനെ എപ്പോൾ പെയ്യാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് താഴെ ഇറങ്ങാം.
പിന്നെ BSNL റേഞ്ച് ഉള്ളതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. BSNL റേഞ്ച് ഉണ്ട്, വേറൊരു നെറ്റ്വർക്കിന് റേഞ്ച് ഇല്ല. ആ ഒരു കാര്യം നമ്മൾ നോക്കിക്കോണം. ഇപ്പോൾ ഒറ്റയ്ക്കാണ് കാട്ടി പറഞ്ഞെങ്കിൽ മാക്സിമം BSNL സിം യൂസ് ചെയ്യാൻ നോക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ പ്രശ്നം BSNL സൂപ്പറാണ്. കാട്ടിനകത്തൊക്കെ ഇപ്പോൾ BSNL കണക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബായ്. അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ അടുത്ത് നമുക്ക് ഇനി എസ്കേപ്പ് ആവാം. ഇതിനകത്ത് ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ട്. അവർ പറയാത്ത വഴിയൊന്നും പ്രത്യേകിച്ച് ഇറങ്ങി പോകരുത്. കാര്യം അവർ നമുക്ക് റെസ്ട്രിക്ഷൻ തരുന്നുണ്ട്. ഏതൊക്കെ വഴി പോകാം, ഏതൊക്കെ വഴി പോകാൻ പറ്റത്തില്ല എന്ന്. അതുവഴി മാത്രമേ മൂവ് ചെയ്യാവൂ. അബദ്ധം ഒന്നും കാണിച്ചു വയ്ക്കരുത്. കാര്യം അവർ പറയാത്ത വഴി ദയവേത് ഇറങ്ങി പോകരുത്. ഏറ്റവും വലിയ അപകടമാണ്. കാര്യം അങ്ങോട്ട് എൻട്രി അല്ല, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ വണ്ടി ഇതവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് എസ്കേപ്പ് ആവാം. അപ്പം നെക്സ്റ്റ് നല്ലൊരു കാഴ്ചയായിട്ട് ഉറപ്പായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.